പച്ചലയൊക്കെ കൊത്തിപ്പറിച്ച് തിന്നും കണ്ട. ഇത് പെടക്കോഴിയാണോ അതാ പൂവൻകോഴിയാണോ? എടാ നീ പെടക്കോഴിയെ കണ്ടിട്ടില്ലേ? എടാ ഇത് പെടക്കോഴി കണ്ടറിഞ്ഞൂടെ? ആണോ? അപ്പൊ പൂവൻകോഴിയെ കാണാൻ എങ്ങനെ ഇരിക്കും? പൂവൻകോഴിക്ക് ഇങ്ങനത്തെ പൂവല്ല, നല്ല വലിയ പൂവായിരിക്കും. വാലും ഇതുപോലെ ഇരിക്കും. ഒരു അങ്കവാലും കൂടെ കാണും. ഒരു വാലിങ്ങനെ അതാണ് പൂവ്. പിന്നെ ഇത്തിരി തടിയൊക്കെ കാണും. അങ്ങനത്തേതാണ് പൂവൻകോഴി. എന്ത്? ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിന് കറക്റ്റായിട്ട് ആൻസർ പറയണേ. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? എന്തോന്നടാ നീ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? എനിക്ക് അങ്ങനെ അറിയാം. ഇതൊക്കെ നിനക്കറിയാമോ? കോഴിമുട്ട. അല്ല, അവന് ഭയങ്കര സംശയം, ബുദ്ധിമാനാ. അവൻ ചോദിക്കാണ് കോഴിയാണ് ആദ്യം ഉണ്ടായത് കോഴിമുട്ടയാണ് ആദ്യം ഉണ്ടായത്? കോഴിമുട്ട. കോഴിയോ? അതാണ് അവന്റെ ബുദ്ധി. കോഴി. പിന്നെ കോഴിയെ ഇങ്ങനെ കെട്ടിയിട്ട് വളർത്തരുത്. എന്താണ്ട് ഇപ്പൊ തന്നെ അത് ആ പച്ചല എത്രയും കൊത്തിപ്പറിച്ച് തിന്നോണ്ടിരിക്കുകയായിരുന്നു. ഇതിനെ അഴിച്ചു വിട്. പറമ്പിലൊക്കെ എന്തുമാത്രം അതിന് കൊത്തിപ്പറിച്ച് തിന്നാനുണ്ട്. പോയി കൊത്തിപ്പറിച്ച് തിന്നട്ട്. ഇതെന്ത് പെണ്ണുങ്ങളത്? അരി പുറത്ത് ഉണക്കാട്ടിട്ട് അടുക്കളയിൽ പോയിരിക്കാം. എന്നിട്ട് വെല്ലോൻ്റെ കോഴി വന്നിട്ട് അരി തിന്ന. പട്ടിയല്ല ഞാനാ. എന്ത് പെണ്ണുങ്ങളാ നിങ്ങള്? അരി പുറത്ത് ഉണക്കാൻ വെച്ചിട്ട് അകത്താ പോയിരിക്ക. അത് കോഴി തിരണുണ്ടോ? ഒറ്റയറ ശരിക്കും കൊള്ളണ്ടോടത്തു കൊണ്ടു ചത്തുന്ന് തോന്നുന്നത്. ആ കോഴി ചത്തെന്നാ തോന്നുന്നത്. നീ എന്തോന്ന് പണിയാണോ ഈ കാണിച്ചത്? നീ എന്തായാലും നിന്റെ അടുത്ത് അറിയാൻ പറഞ്ഞില്ലല്ലോ. അത് അരി കൊത്തി കണ്ടിട്ട് എറിഞ്ഞല്ലേ? അരി കൊത്തി തിരിണ് കണ്ട് എറിഞ്ഞല്ലേ? അതിനെന്താ? എന്തായാലും അത് ചത്തല്ല. തങ്കം മാച്ചോണ്ടിരിക്കുന്ന കോഴിയാണ്. സമാധാനം നീ പറയണം. തങ്കത്തിന്റെ കോഴിയോ? അല്ല, അവള് കോഴിമുട്ടയ്ക്ക് വേണ്ടിയാണ് വാങ്ങിച്ചു നിർത്തിയിരിക്കുന്നത്. നിനക്കറിയാമോ? ചേട്ടാ, ഞാൻ അതിനെ കെട്ടി നിർത്തിയിരുന്നാണല്ലോ. നീ ഈ കൊലയിൽ പോയിക്കൊണ്ട് തന്നെ എറിഞ്ഞ് കൊല്ലാൻ തന്നെയാണാടാ. എന്റെ ചേച്ചി, ഞാൻ ഏതോ കോഴിയാണെന്നല്ല കരുതി. തങ്കം കോഴിയെ വാങ്ങിയത് എനിക്കറിയോ? അറിയോ? ഞാനിത് അമ്പലത്തിൽ കൊടുക്കാനുള്ള കൊലയാണിത്. ആ കൊല ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കാലത്ത് നേരത്തെ കുളിച്ചിട്ട് അമ്പലത്തിലേക്ക് ഇവിടുന്ന് പോവാലോചിച്ചിട്ട് വന്നത്. അതിപ്പോ കഷ്ടകാലായ. പുതിയൊരു ഇനം വാഴത്തൈകൾ കുറെ കൊടുന്നു വെച്ച് ഞാൻ. അതിൽ ആദ്യം കായ്ക്കണ കൊല അമ്പലത്തിലേക്ക് വഴിപാട് കൊടുക്കാന്ന് പറഞ്ഞാ അതിനു വേണ്ടി വന്നതാ ഞാൻ. എന്തിനു വന്നാലും അവളടുത്ത് നീ സമാധാനം പറയണം. ഞാൻ കാര്യമായിട്ട് ഞാൻ പറഞ്ഞേക്കാം. പറ്റുള്ളത് പറ്റി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യാന്ന് എന്റെ അടുത്ത് ചോദിക്കുന്ന? നീ സമാധാനം കണ്ടെത്തണോടാ. എനിക്ക് ഒരു ചാകാൻ വയ്യ. അതെ, ബഹളം ഉണ്ടാക്കല്ലേ. ഇടോക്ക് ഇതേ കളറുള്ള ഒരു നാടൻ കോഴീനെ ഞാൻ കൊണ്ടുവരാം. എന്നിട്ട് അതിന് നമുക്ക് എവിടെ കെട്ടിയിട്ടിരുന്ന് വെച്ചാൽ അവിടെ കെട്ടിയിടാം. തങ്കം വരുമ്പോഴേക്കും പോരെ? അല്ല, ഇതേപോലത്തെ കോഴിയെ കിട്ടുവോ? നാടൻ കോഴിയൊക്കെ ഏകദേശം ഇതേ രൂപവും ഇതേ വലുപ്പമായിരിക്കും. കളർ ഇത് തന്നെ ആയാൽ മതി. അപ്പൊ ആരും കണ്ടുപിടിക്കില്ല. ഇല്ല. ചേച്ചി ഒരു കാര്യം ചെയ്യും. ഈ കോഴീനെ കൊണ്ടുപോയിട്ട് തൊപ്പി ദൂലൊക്കെ പറിച്ചിട്ട് ഒരു തെളിവും ഇല്ലാണ്ട് വേസ്റ്റൊക്കെ കുഴിച്ചിടുക. എന്നിട്ട് ആ കോഴീനെ നല്ലൊരു കറി വെക്കും. ഞാൻ കൊണ്ടുവന്ന കോഴിയാന്ന് പറഞ്ഞാൽ മതി. തങ്കം വരുമ്പോഴേക്കും ഞാൻ ഇതുപോലത്തെ ഒരു കോഴിയായിട്ട് വരാം. പുറത്ത് ആരോടും പറയല്ലേ. എന്നാലും ഞാൻ അവളോട് ഒരു കള്ളം പറയണ്ടാണ്. എനിക്ക് പയ്യ വേണമെന്ന് വെച്ചിട്ടുള്ള പറ്റിപ്പോയില്ലേ? ഒന്ന് സഹായിക്കേ. എനിക്ക് എന്തായാലും ഒരു സമാധാനം ഇല്ല. അതെ, അമ്പലത്തിലേക്കുള്ള കൊലയാണ്. ഇത് സൂക്ഷിച്ചോ. ഞാൻ കോഴിയായിട്ട് വരാം. പറ്റിപ്പോയില്ലേ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്ന തോന്നുന്നു നീ. എല്ലാവർക്കും എന്നെ കുറ്റപ്പെടുത്തിയാൽ മതിയല്ല. അതാണല്ലോ നിങ്ങളുടെ സ്വഭാവം. എല്ലാരും എന്റെ തലമണ്ടയിലോട്ട് കയറിക്കൊള്ളി. ഞാൻ താന്നു തരാം. എന്റെ ദൈവമേ, ഈ കണക്കിന് ഞാൻ ആയുസറാതെ ചത്തുപോകത്തേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ എൻ്റെ പപ്പും പൂടേയും പറിച്ച് കളഞ്ഞിട്ട് ഉണ്ണാൻ നേരത്ത് അവർക്ക് കറി വെച്ച് കൊടുക്കണം. അമ്മേ,
ഉറങ്ങിയാ അമ്മ? അമ്മ ഞാനാ. ഇത് ഉറങ്ങിപ്പോയാ? ഞാനൊന്ന് കിടന്നതേ ഉള്ളങ്ങ് മയങ്ങിപ്പോയി. ഈ സമയത്ത് കിടന്ന് ഉറങ്ങിയ രാത്രി ഉറങ്ങണ്ടേ? രാത്രി ഉറങ്ങണ്ടേന്ന്. എവിടുന്ന് അമ്മ നല്ല ഇറച്ചിക്കാരുടെ മണം വരുന്നത്? അത് ഗിരിരാജ ഒത്തിരി കോഴി ഇറച്ചി കൊണ്ടുവന്ന്. ആണ് അമ്മ കറി വെച്ചാ? എന്നിട്ട് ഞാൻ കറി വെച്ചു. ഞാൻ വന്നിട്ട് വെക്കുവായിരുന്നല്ലേ? പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ ചുമ്മാ ഇരിക്കുകയല്ലേ, ഉറക്കം വന്നോണ്ട് ഞാൻ അത് ഇറച്ചി വെക്കാന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. എന്നിട്ട് അമ്മാവനോട് പോയി? അവൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയി. ഞാൻ ഡ്രസ്സ് മാറിട്ട്. അമ്മ കഴിച്ചാ? ഞാൻ കഴിച്ചില്ല, അവൻ വന്നിട്ട് കഴിക്കാൻ. ഞാൻ ഡ്രസ്സ് മാറിട്ട് വരാം, എനിക്ക് വിശന്നിട്ട് വയ്യ. നീ കഴിക്ക്. പിന്നെ ആ വാതിക്കയിൽ ഒരു കൊല ഇരിക്കണല്ലോ, അതാരുടെയാ? അത് അവൻ കൊണ്ടുവന്നത്. ഞാൻ ഓർത്തമ്മ പോയി കഴിക്ക്. ഓ അപ്പൊ അമ്മ വന്നിട്ട് കഴിച്ചോളുവാ? ഞാൻ അവൻ വരട്ടെ, അവൻ വന്നിട്ട്. ഓ ലില്ലിയേ, എന്തോ? എടി ഇച്ചിരി വെള്ളം തന്നേടി. വെള്ളവാ? എന്റെ പൊന്നേ, വെയിലല്ലേ ചേച്ചി? എന്റെ പൊന്നോ, നടക്കാൻ വയ്യ. പുറകിലേക്കൊന്ന് നോക്കിയാ? അയ്യോ, എവിടെന്ന കൊല? അമ്മാവൻ കൊണ്ട് വെച്ചതാ. സംഭവം നല്ല കൊലയാണല്ലോ. നല്ല തറവാട്ടി പറഞ്ഞ കൊലയല്ലേ? പഴുക്കാറായിരിക്കും അല്ലേ? പോയ കാര്യം എന്തായി? പോയ കാര്യമൊക്കെ ഇതായത്. പക്ഷേ ഉണ്ടല്ലോ, അവിടെ സ്കൂളില് അവിടെ പണിയാൻ വന്ന ഒരാൾക്ക് ഇത് സൂര്യാഘാതം ഏറ്റ്. ആണോ? അയ്യോ, നല്ലോണം പൊള്ളിയിട്ടുണ്ട്. ചേച്ചി ഇനി അവരുടെ വർക്കിംഗ് സമയമൊക്കെ മാറ്റ്, വൈകിട്ടൊക്കെ ആക്ക്. അതാക്കിയിട്ടുണ്ടല്ലോ, ഇവര് അല്ലാതെ വന്ന് പണിതാറ്റാണ്. ശരിക്കും പൊള്ളിയാ? ശരിക്കും പൊള്ളിയിട്ടുണ്ട്. ഇപ്പൊ എല്ലായിടത്തും ഉണ്ടെന്നാ പറയണേ. ചേച്ചി ഈ സമയത്തൊന്നും നടക്കണ്ട. ഞാൻ കൊടയും കൊണ്ടല്ലേ നടക്കണത്. ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി വെയിലറിയിട്ട് ഇറങ്ങുള്ളൂ. കൊടേന്ന് ഈ ചൂടത്ത് ഒരു കാര്യമില്ല. ആരടി പറമ്പിൽ കൂടി നടക്കണേ? അതാ അവിടുത്തെ ആ ചേട്ടൻ. ചക്കയും മാങ്ങയൊക്കെ ഉള്ളത് ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് പോകും. നമ്മള് പോയി എടുക്കുന്നില്ലല്ലോ, പിന്നെ ആരെങ്കിലും എടുക്കട്ടെ. നമ്മള് പോയി എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കിടന്ന് ചീഞ്ഞു കഴിഞ്ഞാലും ആർക്കും ആവശ്യമില്ല. അങ്ങനെ വേണമെങ്കിൽ നമ്മളോട് ചോദിക്കും. ഞാൻ എടുത്താലും അങ്ങോട്ടേക്ക്. അയ്യോ, വലിയ കാര്യമായി പോയി. അതന്നെ, ഇതിലെ കൂടി അങ്ങ് വയ്ക്കാം അല്ലേ? ചമ്മന്തി ഇപ്പൊ അരക്കണോ? വേണ്ടടി, ഒരാഴ്ച കഴിയട്ടെ, രണ്ട് അരയ്ക്കാം. ഞാൻ അങ്ങോട്ട് വെച്ചു തരാം. വെച്ച് തരാന്ന് പറഞ്ഞ അവിടെ തന്നെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? വന്നല്ലോ. ചാക്ക് നോക്കിയത്. പിന്നെ വീട്ടിൽ ചാക്കിന്റെ അകത്ത് വെക്കണേ, നോക്കിയെടുത്ത്. ചാക്കിനി നോക്കിയെടുക്കണം. ചാക്ക് ഇവിടെ കിടപ്പുണ്ടെന്ന് തോന്നി, ഞാൻ നോക്കട്ടെ. അമ്മേ, എടാ നീ എവിടെ എത്തി? ഒന്ന് പെട്ടെന്ന് വാ. എന്തോന്ന് കോഴിയെ കിട്ടിയില്ലേ ഇതുവരെയും? എന്റെ ദൈവമേ. എടാ അവള് പഞ്ചായത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അവള് ചോദിച്ചാ ഞാൻ എന്തോന്ന് പറയണം? എന്തോന്ന് എന്നെ കൊണ്ട് വയ്യ അങ്ങനെയൊന്നും പറയാം. ഞാനിവിടെ കിടന്ന് വിഷമിക്കുകയാണ്. എന്നെ പൊന്ന് ഗിരിരാജാവ്, ഒന്ന് പെട്ടെന്ന് വാ, എന്നെ വിളിട്ട് ഉരുക്കാതെ. വേണ്ട, മുട്ടാത്തിറക്കാൻ പറയരുത്. ഉടനെ വരണം. വന്നില്ലെങ്കിൽ ഞാൻ പറയും നീ എറിഞ്ഞു കൊന്നു. ഇനി എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് വയ്യ. ചേച്ചി ഓടി വാടി, അടുക്കളയിലുണ്ട്, ഒരു സൂത്രം കാണിച്ചു തരാം. എന്തെടുക്കുവാ? ചിപ്സ് ഉണ്ടാക്കി. മനസ്സിലായി ചിപ്സ് ആണെന്ന് കണ്ടപ്പം. അത്രയ്ക്കൊക്കെ കൊതിയായി പോയാ? എന്റെ പൊന്നെ, ഞാൻ പഴുപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് ബാക്കിയുണ്ട്. ഇതുപോലെ ഒരു പെടലയും കൂടി ഇരിപ്പുണ്ട്. ഇത്രയും പോരെ തിന്നാനായി? എനിക്ക് തിന്നാനൊന്നും ഒരു പ്രളമില്ല നിന്നെ പോലെ. എന്തെങ്കിലും കണ്ടാൽ ഉടനെ ചിപ്സ് ഉണ്ടാക്കി അങ്ങ് നീറ്റിയാ ജോലി അവക്ക്. ചിപ്സ് ഉണ്ടാക്കണ അമ്മക്ക് ഇഷ്ടമല്ല. അമ്മ കുറുറാന്നിരുന്നല്ലോ. ഇതേ ഇത് ചിപ്സ് ഉണ്ടാക്കാൻ കൊണ്ടുവന്നതല്ല. ഇത് ഗിരിരാജൻ അമ്പലത്തിൽ കൊടുക്കാൻ കൊണ്ടുവന്ന കൊലയാണ്. അറിയാമോ നിനക്ക്? എന്താന്ന് ഇപ്പോഴാ അമ്മ പറയുന്നത്? അമ്മാവൻ അവിടെ കൊണ്ട് വെച്ചതേ അമ്പലത്തിൽ നേർച്ചയായിട്ട് കൊടുക്കാനായിരുന്നു.
ഞാൻ അറിഞ്ഞില്ല, ഇവിടെ എന്നോട് പറഞ്ഞില്ല. ഞാനും പറഞ്ഞില്ല, അമ്മ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയാൻ വേണ്ട, കേൾക്കുകയും വേണ്ട, എന്താണെന്ന് ചോദിക്കുകയും വേണ്ട, ആരോടും മിണ്ടാതെ കൊണ്ടുവന്ന് ചേച്ചി എന്ത് പണി കാണിച്ചു? ചേച്ചി പഴിപ്പിക്കാൻ വെക്കൂന്നല്ലേ പറഞ്ഞത്? ഇത് ഈ കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. അല്ല, അത്രയും വലിയ കൊല പഴിപ്പിച്ച് വെറുതെ കളയണ്ടല്ലോ. ഇതാകുമ്പോ പിള്ളേർക്ക് വന്നും പോയി തിന്നാലോ എന്ന് വിചാരിച്ചു. എന്ത് ഇനിയിപ്പോ എന്ത് ചെയ്യും? അമ്മാവൻ എന്തേ? അമ്മാവൻ പുറത്തോട്ട് പോയിരിക്കുക. എന്തിനാ പുറത്തോട്ട്? അവന്റെ കാര്യത്തിന്. ഒരു കാര്യം ചെയ്യാം, അമ്മാവൻ അമ്മ വിളിച്ചു പറ, കൊല ആരെങ്കിലും എടുത്തിട്ടുണ്ടോ? നീ അങ്ങോട്ട് വിളിച്ചു പറ. അല്ല, അമ്മ അങ്ങനെ പറഞ്ഞാൽ മുറ്റത്ത് വെച്ചപ്പോഴത്തേക്ക് പിന്നെ നോക്കിയപ്പോഴത്തേക്ക് കണ്ടില്ല. എന്റെ അടുത്ത് ഇതൊന്നും പറയേണ്ട, നേർച്ചയാണ്, നേർച്ച കൊലയാണിത്. നിങ്ങൾ എല്ലാരും കൂടെ തിന്നു തീർക്കും, അനുഭവിച്ചോളി ചെയ്യുന്നുണ്ട്. ഞാനിതിന് പിന്നെ ഞാൻ പറയട്ടെ, ചേച്ചി അമ്മാവനെ വിളിക്ക്, വിളിച്ചിട്ട് ഉണ്ടായ കാര്യം പറ. എനിക്ക് പേടിയാണ്, അമ്മാവൻ എന്തെങ്കിലും പറയും. ഒരു കാര്യം ചെയ്യാം, അമ്മാവനോടൊന്നും പറയണ്ട. പിന്നെ കൊല എവിടെ പോയി പറയും? ഞാനൊരു കൊല മേടിച്ചിട്ട് വന്നാ പോരെ? ഏത്തക്കൊല ഒരു നല്ലത് മേടിച്ചിട്ട് വരാൻ നാട്. ചേച്ചി ഇനി ഏത്തക്കൊലയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എപ്പോഴും അമ്മാവൻ ഇപ്പൊ വരും. അമ്മാവൻ ഇച്ചിരി നേരം പിടിച്ചു നിർത്ത്. നീ പിടിച്ചെടുത്ത് പോയി പിടിച്ചു നിർത്താനാ? അമ്മാവൻ ഇവിടെ വരുമ്പോ പോലെ കൊല എടുത്ത് അത് വെച്ചെന്ന് പറ, അത് നടക്കും. നീ ഇപ്പൊ ഇത് പിടിച്ചേ, ഒന്നുമില്ല, ഇത് പിടിച്ചേ. ഞാൻ അമ്മ ഇതെല്ലാം വാരിക്കളയണം. എന്നിട്ട് അമ്മാവനോട് ഒന്നും അറിയണ്ട, ഞാൻ ഇപ്പൊ തന്നെ ഓടിപ്പോയിട്ട് ഒരു കൊല മേടിച്ചിട്ട് വരാം, നാടൻ കൊല മേടിച്ചിട്ട് വരാം. കരിയാതെ നോക്കണേ. എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ എപ്പ വരും അവള്? എനിക്കറിയാൻ പാടില്ല. ചേട്ടാ, ഈ കൊല കൊടുക്കാനുള്ളതാണോ? കൊടുക്കാനാണ്. ഇച്ചിരി മൂത്ത നേന്ത്രക്കായ ഉണ്ടാവോ? അതില്ല കേട്ടോ, ഇതേ ഉള്ളൂ. ആണോ? അത് കിട്ടിയാ പോരെ ചേട്ടാ. എന്റെ അമ്മ അമ്മാവൻ എന്ത് ഇവിടെ ഇങ്ങനെ വിളിച്ചിരിക്കുന്നത്? ആര് വിളിച്ച്? പിന്നെ ഇവിടെ ഇങ്ങനെ പമ്മിന്ന്. അത് പമ്മി നിന്നതല്ല. പിന്നെ അത് ഞാൻ ഇവിടെ എന്തോ ഒരു അനക്കം പോലെ തോന്നിയപ്പോ ഞാനിങ്ങനെ വന്ന് നോക്കി. എന്താണക്കം? എന്തോ ഞാനോടത്ത് വല്ല പന്നീലിയോ അങ്ങനെ എന്തോ ആണെന്ന് വിചാരിച്ചെന്താ. മാമൻ പോന്ന്. അയ്യോ അയ്യോ അയ്യോ, എന്താ മാമനെ വിളിക്കാം? അമ്മാവനെ എന്തിനാ? അമ്മാവൻ പോട്ടെ. അതെ, അമ്മാവൻ എന്തോ വലിയ തിരക്കിൽ എന്തോ അന്വേഷിച്ച് നടക്കുക. അല്ല, മാമന്റെ കൂടെ എനിക്ക് അങ്ങോട്ട് പാലോ. എന്തിനാ? അമ്മാവന് അത് കഴിഞ്ഞിട്ട് വേറെ എവിടെയോ പോവാനുള്ള പോക്ക കണ്ട പോയി. അങ്ങനെ അടുത്ത് എവിടെ പോയതാ? എവിടെ പോയതാ? ഞാൻ ഇവിടെ അയ്യോ മലക്കറി മേടിക്കാൻ വേണ്ടി. എന്റെ പെണ്ണുമ്പിള്ള, ഞാൻ പുറത്തുള്ളപ്പോ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ മേടിച്ചോണ്ട് വരത്തില്ലായോ? പക്ഷെ നിനക്ക് എല്ലാത്തിനും കൂലി വേണ്ടേ? എന്റെ പൈസ ഇല്ല റൊണാൾഡോ. പച്ചക്കറി മേടിക്കുന്നത് ഞാൻ ഇതുവരെ കൂലി മേടിച്ചിട്ടില്ല. കൂടുതൽ ചാക്കമ്പടി ഉള്ളപ്പോഴേ കൂലി മേടിച്ചിട്ടുണ്ട്. പച്ചക്കറി മേടിച്ചോണ്ട് പോവാ. അല്ല ആ പച്ചക്കറി നീ വരണ്ട, അത് ഞാൻ തന്നെ. അതായത് ഇച്ചിരി കോളുള്ളൂ. ഇച്ചിരി കോളം മേടിച്ചോ, നമുക്ക് വീട്ടിൽ പോവാം. ഞാൻ വീട്ടിൽ പോണില്ല, എനിക്കത് കഴിഞ്ഞിട്ട് ഇവിടെ പോവാനുണ്ട്. എവിടെ? പഞ്ചായത്തിലൊക്കെ പച്ചക്കറി മേടിച്ചിട്ട് ഒരു മെമ്പർ ഈ കിറ്റ് വേണ്ടി ചെന്ന് പഞ്ചായത്തിൽ കയറാനോ? എന്താ കുഴപ്പം? ആൾക്കാരല്ലേ? ഇല്ല, നീ ഒരു കാര്യം എന്താ? ഞാൻ പോണില്ല, ഇവിടെ നിൽക്കണുള്ളൂ. പഞ്ചായത്തിലോട്ടല്ലേ പോന്നേ? പഞ്ചായത്തിലെ സെക്രട്ടറിയുടെ വണ്ടി കേടായിട്ടിരിക്കാന്ന് ഡ്രൈവർ പറഞ്ഞു. അപ്പൊ അതുകൂടെ ശരിയാക്കാം. അല്ല, അത് പറഞ്ഞപ്പോഴോർത്ത് നീ ആ വഴിക്ക് വരാതിരിക്കാ നല്ലത്. മറ്റേ ശാരദ മെമ്പറിന്റെ ബന്ധുവിന്റെ ഏതോ ഒരു ബൈക്ക് നീ നന്നാക്കിയിട്ട് അതിനെന്തോ കംപ്ലൈന്റ് വന്നിട്ട് അവരോട് പൈസ നീ കൂടുതൽ മേടിച്ചെന്നും പറഞ്ഞു. എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞല്ലോ, വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന അതിന്റെ കംപ്ലൈന്റ് ഞാൻ പൈസ എല്ലാം ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിന്നല്ലേ. ആണോ? എന്നാ പിന്നെ നീ എനിക്കൊരു ഉപകാരം ചെയ്യോ? എന്ത്? എന്റെ ഇച്ചിരി പൈസ കുറവാ. നീ ഇപ്പൊ അമ്മാവൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, നീ അമ്മാവന്റെ അടുത്ത് എന്നെ കണ്ട കാര്യമൊന്നും പറയണമെന്നില്ല, നിനക്കാന്നും പറഞ്ഞിട്ട് ഒരു 500 രൂപ നീ മേടിച്ച് അമ്മാവന്റെ കയ്യിൽ നിന്ന് വെക്കണം. എനിക്കാന്ന് പറഞ്ഞു ചോദിച്ചാൽ തരത്തില്ല. ആണോ? എന്നാ എനിക്കാന്ന് പറഞ്ഞു എന്നെ ഇവിടെ കണ്ട കാര്യം പറയണമെന്നില്ല. എന്നിട്ട് നീ അവിടെ നിന്നോ, ഞാൻ അവിടെ വരാം കേട്ടാ. അല്ല പിന്നെ എന്താടാ? അല്ല എങ്കിൽ പിന്നെ ഞാൻ മാമന്റെ പൈസ മേടിച്ചിട്ടെ ആ ബാബു ചേട്ടന്റെ കടയിരിക്കാം, തങ്ങഞ്ചേരത്ത് വന്നാൽ മതി കേട്ടാ. ഹലോ ചേച്ചി, എന്തായി? കിട്ടിയാ? എന്റെ ദൈവമേ, ഭാഗ്യ വന്നാന്ന്. എത്ര സമയം എന്നറിയാൻ വന്നിട്ട് വാതിക്ക് നിപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല.
ഇനി ഞാൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാലോ? അതുകൊണ്ട് ഞാനിവിടെ റൂമിൽ തന്നെ ഇരിക്കുക. അല്ല എപ്പോ എത്തും? അല്ല വരുമ്പോഴേ ചേച്ചി ബാക്ക് സൈഡിൽ കൂടെ വന്ന് കയറിയാൽ മതിയേ. ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അവിടെ എവിടെ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ കണ്ടില്ലല്ലോ. എത്തിയിട്ട് എന്നെ വിളിക്കേ. ശരി പെട്ടെന്ന് വാ. ദൈവമേ, ഭാഗ്യം കിട്ടിയല്ല. കണ്ടാ, ഇനിയിപ്പോ തങ്കത്തിന് ചേച്ചി പേടിക്കണ്ടല്ലോ. അവള് വന്ന് കണ്ട അവളുടെ കോഴിക്ക് കോഴിയില്ലേ? അല്ലടാ, ആ കോഴിയുടെ ഈ ഭാഗത്തണ്ട ഇത് പൂട പുഴിഞ്ഞൊക്കെ കുറച്ച് അതിന്റെ തലയിലെ കുറച്ച് മറ്റേ രോമം പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ലെന്നേ. ഇങ്ങനത്തെ ഒരു കോഴിയെ പിന്നെ കിട്ടണ്ടേ? അത് കറുത്തിത്ര വലിപ്പമുള്ള ഒരു നാടൻ കോഴി എവിടുന്ന് കിട്ടാനാ? 5-8 കട കയറി ഇറങ്ങി ഞാൻ. ഒന്നല്ലെങ്കിൽ പുള്ളി ഉണ്ടാവും, അല്ലെങ്കിൽ വലിപ്പം കൂടും. ഇതിപ്പോ ഏകദേശം കണ്ട അതേപോലെ തന്നെ ഉണ്ട്. അവള് ചോദിച്ചാ ഞാൻ എന്തോന്ന് പറയും ഇതിനെ കുറിച്ച്? അവള് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പണിയാടി കാട്ടി നീ കോഴീനെ അവിടെ കെട്ടിയിട്ട് പോയിട്ട്? ഞാൻ വന്ന് നോക്കുമ്പോ 5-6 കോഴികൾ വന്നിട്ട് അതിന്റെ തലയിലെ കൊത്തിയിട്ട് അതിന്റെ രോമൊക്കെ പോയി എന്നങ്ങോട്ട് പറഞ്ഞാൽ മതി. അപ്പൊ അവള് വിശ്വസിച്ചോളൂ. ഒന്നാമത് ഇന്നത്തെ ദിവസം ഞാൻ ആരനാണ് അവ കണിയുണ്ട്. ആ കൊലയും കൊണ്ട് നേരെ വൈകുന്നേരം അമ്പലത്തിൽ കൊണ്ടു കൊടുത്താൽ മതിയായിരുന്നു. എന്റെ പൊട്ട ബുദ്ധിക്കാണ് അത് ഇവിടെ കൊണ്ടു വെച്ചിട്ട് രാവിലെ കുളിച്ചിട്ട് കൊണ്ടു കൊടുക്കാതെ തീരുമാനം. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ വയ്യാവേലി മുഴുവൻ ഉണ്ടായത്. അതേ, ഇന്നത്തെ ദിവസം ശരിയല്ല. അത് ശരിക്കും ആ അമ്പലത്തിൽ ഇന്ന് തന്നെ എത്തിക്കണം എന്നാണ്. അത് എത്തിക്കാത്തോണ്ടാണ് ഞാൻ ഇത്ര അടങ്ങറായത്. ആ കൊലം കൂടെ എടുക്ക്. ഞാൻ ഇന്ന് തന്നെ ഇപ്പൊ തന്നെ പോയി അത് അമ്പലത്തിൽ കൊടുക്കാം. അല്ല ഇപ്പൊ പോണ്ട, നാളെ അല്ലേ? അല്ല, വൈകുന്നേരം നട തുറക്കുമ്പോ കൊടുക്കാലോ. ഇപ്പൊ കൊണ്ടു കൊടുക്കാം. അല്ല, നട തുറക്കണ്ടേ ഇനി? അതിനിപ്പോഴേ പോണോ? അല്ല, ഞാൻ ഇപ്പൊ പോയിട്ട് നായരുടെ കടയിൽ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴേക്കും നട തുറക്കില്ലേ? ചായ കുടിച്ചിട്ട് പോയാ മതി. എന്നാ ഇനി അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നാ ചായ ഇടാൻ പറയും. എനിക്ക് പെണ്ണിന്റെ കൊലയും കൊണ്ടുവരുന്നത് ഞാൻ ചേച്ചി എന്താ പെരെടുക്കണേ? അതല്ലടാ, പിന്നെ ഞാനിങ്ങനെ എന്റെ മനസ്സിനകത്ത് ഓരോന്ന് ഇങ്ങനെ തേട്ടി ഇനിയിപ്പൊ തേട്ടണ്ടെന്ന് ആവശ്യമില്ല. സംഭവം റെഡിയായില്ലേ? കോഴിയെ കിട്ടിയില്ലേ? പിന്നെന്താ? ലില്ലിയേ, ഒന്നിങ്ങോട്ട് വന്നേ. വാ. അതെ, ചേച്ചി പറയാ ചായ കുടിച്ചിട്ട് പോയാ മതി. തങ്ക നീ തങ്കത്തെ ഇവിടെ? അല്ല, നീ എങ്ങനെ എപ്പോ എവിടെ നിന്ന് വന്നു? നീ ഇതേ വരുന്ന കണ്ടില്ലല്ലോ. ഇല്ല, ഞാൻ അതില് വന്നില്ല. പിന്നെ ഞാൻ പഞ്ചായത്തില് പോയിട്ട് നമ്മുടെ പുറകിലത്തെ വഴി കൂടി ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ വന്നു കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ നമ്മുടെ സുലി ചേച്ചി പറമ്പിന്റെ ഇങ്ങേ അറ്റത്ത് നിക്കുന്നു. അങ്ങനെ സുലുവിനെ കണ്ടാലും നീ പിന്നെ ആ കെട്ടിട്ട കോഴിയുടെ മുമ്പ് കൂടെ ഇതേ പോണ്ട്. അത് ഞങ്ങൾ കണ്ടില്ല. അല്ല, അപ്പൊ ഞാൻ ആ പറമ്പിന്റെ അറ്റത്ത് നിപ്പുണ്ടായിരുന്നു, അപ്പുറത്ത്. അപ്പൊ ഞാൻ പിന്നെ ആ പറമ്പ് വഴി ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വന്ന് ലില്ലിയായിട്ട് ഇങ്ങനെ വന്ന് അടുക്കളപ്പുറത്തെ കൂടി ഇങ്ങനെ കേറി അവിടെ അങ്ങനെ വന്നു. അതുകൊണ്ടാ മാമൻ കാണാൻ. അല്ലെങ്കിൽ നീ ആ കോഴി കെട്ടേന്റെ അതിനെ വന്നേനല്ലേ? കോഴീനെ കണ്ടേനല്ലേ അതേ വന്നിട്ട്? അതെ, ചേച്ചി പറഞ്ഞു ചായ കുടിച്ചിട്ട് പോയാ മതിയെന്ന്. ചായ കുടിച്ചിട്ട് പോ. ചായ കുടിച്ചിട്ടേ ആ കൊലയായിട്ട് ഞാനാണ്ട് പോട്ടെ. അല്ല, ഇനി ഇപ്പൊ ചായ കുടിക്കാൻ നിൽക്കണ്ട, നീ പോ. അല്ലടാ, അല്ല ചേച്ചി എന്നല്ലേ പറഞ്ഞു ചായ കുടിച്ചിട്ട് പോവാ? ഞാൻ തന്നെ പറഞ്ഞത്. എനിക്ക് വയ്യ, നീ പോ. എനിക്ക് വയ്യടാ. അതെന്താ 2 വർത്താനം? അല്ലടാ, അല്ല അമ്മാവൻ പോയിട്ട് ഇങ്ങോട്ട് വാ. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാലേ. കൊല അങ്ങോട്ട് എടുത്തോ. കൊല ഞാൻ എടുത്തിട്ട് വരാം. ചേച്ചിയെ, അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കേ ആ ഇറച്ചി കോഴിക്കറി ഇല്ലേ, അത് കുറച്ചൊരു പാത്രത്തിലായി. എന്നാ പിന്നെ പോയിട്ട് വരാം. എന്താ കോഴിക്കറിയുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ട്? ഞാന് മറ്റേ ഒരു കോഴീനെ കൊണ്ടിരുന്നു കറി വെക്കാനേ. കറി വെച്ചിട്ടുണ്ട് അവിടെ. അമ്മ കറി വെച്ചു. എന്താ കൊല ചെറുതായി? കനം കുറവുണ്ടല്ലോ. ഞാൻ ആദ്യം എടുത്ത് നോക്കിയപ്പോഴും ഇപ്പൊ എടുത്ത് നോക്കിയപ്പോഴും സെയിം കനമായിരുന്നു. അമ്മാവൻ കൊറേ നേരമായില്ലേ കൊല ഇങ്ങനെ പൊക്കിയിട്ട്, അതുകൊണ്ടാണ്. കുറച്ച് സമയം അല്ല, ഞാൻ അവിടെ ഒരു 5-8 കൊല വെട്ടി വെച്ചിരുന്നു. അതിന്നിപ്പോ ഈ കൊല എടുത്തിണ്ടാവുക. ഇതാരാ നീ കോഴിനെ ഇവിടെ പിടിച്ചു കെട്ടിയത്? അമ്മ അഴിച്ചു വിട്ടതല്ലേ? ഞാൻ അഴിച്ചു വിട്ടായിരുന്നു. അത് അവിടെ കൊത്തിപ്പറക്കി തിന്നപ്പോ 5-6 കോഴി ഒന്നും അതിന്റെ തലയിൽ അങ്ങോട്ട് കൊത്തിപ്പറിച്ച് പിന്നെ അത് കയറി ഞാൻ പിടിച്ചാൽ കെട്ടി.
കണ്ട അമ്മേനോട് ഞാൻ പറഞ്ഞല്ലേ കോഴിനെ അഴിച്ചു വിടരുത്, പട്ടി ഇതൊക്കെ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലേ അമ്മ. ഭാഗ്യം ചേച്ചി കണ്ടോണ്ട്. കോഴികൾ 2-3 കൊത്തി ഇവിടുത്തെ കുറച്ച് തൊപ്പൊക്കെ പോയി, കൂടെയൊക്കെ പോയി. എന്നാലും പിടിച്ച് കെട്ടിട്ടു ചേച്ചി കെട്ടിട്ടു അവിടെ. അതല്ലേ അമ്മക്ക് പിടിക്കാൻ പറ്റിയില്ല. അല്ല 2 ദിവസം കഴിഞ്ഞാൽ ഇതിനേക്കാളും നമ്മുടെ ഇണങ്ങി എന്നെ കണ്ട ഉടനെ വരും. ആ കൊലയും കൊണ്ട് എങ്ങോട്ടാ? ഇതേ മറ്റേ അമ്പലത്തിലേക്ക്. ആ അമ്മാവ അമ്പലത്തിൽ കൊല കൊടുക്കാന്ന് പറഞ്ഞാൽ വാഴത്തോട്ടത്തിൽ നിന്ന് ഒരെണ്ണം വെട്ടി വേണം കൊണ്ട് കൊടുക്കുക, അല്ല കടയിൽ നിന്ന് മേടിച്ചല്ല. ഒന്ന് പോണായിരുന്നു. ഇതിന്റെ തോട്ടത്തിൽ നിന്ന് പറിച്ച കൊല തന്നെയത്. ഏത് തോട്ടത്തിൽ നിന്ന്? തങ്കച്ചേട്ടത്തി കടയിൽ നിന്ന് മേടിച്ചോണ്ട് ഞാൻ കണ്ടില്ല. ബാബു സെട്ടിന്റെ അപ്പുറത്തെ കടയിൽ പോയി ഇത് മേടിക്കും. ഞാൻ എന്റെ അവിടെ വർക്ക്ഷോപ്പിൽ അടിയിൽ പോണായിരുന്നു. ഞാൻ വെറുതെ അല്ല പറഞ്ഞ് കൊല ചെറുതാണെന്ന്. ഡേ എന്താടി ഉണ്ടായി? സത്യം പറയടി. എടി എന്റെ കൊല എവിടെ? ഞാൻ പറയട്ടെ, അമ്മാവൻ കൊണ്ടുവന്ന കൊലയില്ലേ, അതല്ലേ ഈ കൊല? അതല്ലാന്ന് എനിക്കറിയാലോ. ആ കൊല എവിടെ? ആ കൊല വീട്ടിലിരിപ്പുണ്ട്. അപ്പൊ ഈ കൊല ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച കൊല. ഇവിടെ എടി എനിക്ക് വേണ്ടത് ആ കൊലല്ലേ, അതല്ലേ ഞാൻ അമ്പലത്തിൽ കൊടുക്കാന്ന് വഴിപാട് നടന്നത്. അമ്മാവൻ ഇവിടെ കൊല കൊണ്ട് വെച്ചില്ലേ, പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അത് അമ്പലത്തിൽ കൊടുക്കാനുള്ളതാണ്. അതെ, ലില്ലി എന്നോട് പറഞ്ഞു അത് അമ്മാവൻ കൊണ്ടുവച്ച കൊല. ഞാൻ പഞ്ചായത്തിൽ നിന്ന് വരുമായിരുന്നു. ഞാൻ പഞ്ചായത്തിൽ നിന്ന് വന്നതേ ഞാൻ നോക്കുമ്പോ ഇവിടെ കൊല ഇരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല കൊലയാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അമ്മാവൻ തന്നതാ അത്, അപ്പൊ പഴുപ്പിച്ച് തിന്നാൻ നല്ലതായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അതെ പഴുപ്പിച്ച് തിന്നാന്ന് പറഞ്ഞു വെച്ചതല്ലേ, കുഴപ്പമില്ല. പഴുത്തത് വേറെ കൊല അമ്മാമൻ കൊണ്ടുവരപ്പ കൊല എടുക്കുക, അത് ഞാൻ അമ്പലത്തിൽ കൊണ്ടുപോട്ടെ. അത് പക്ഷെ എടുക്കാൻ പറ്റില്ല. എന്തേ? പഴുപ്പിക്കാൻ വെച്ചപ്പോ എനിക്ക് ഇച്ചിരി ചിപ്സ് തിന്നാൻ തോന്നിയിട്ട് ഞാനതൊരു 4 പെടലം മുറിച്ചു ചിപ്സ് ഉണ്ടാക്കി. അയ്യോ, ദൈവത്തിന് കൊടുക്കണ സാധനം കൊണ്ടൊക്കെയാണല്ലോ കളിക്കുന്നത്. ഒന്നാമത് ഈ കൊല ഇവിടെ ഇരിക്കണ കാണുമ്പോ ആ കൊല ഏതാന്ന് അന്വേഷിക്കില്ലടി. അത് അമ്മാവൻ തന്നാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അമ്മാവനെ കൊല കൊണ്ടു വെച്ചാ അത് എന്തിനുള്ളതാണെന്ന് ചോദിക്കണ്ടേ? അത് അമ്മ പറഞ്ഞു ഇവിടെ അമ്മാവൻ കൊണ്ട വെച്ചിരിക്കുന്നതാന്ന് ഞാൻ ചോദിച്ചപ്പോ. അമ്പലത്തിൽ കൊടുക്കാനാണെന്ന് അമ്മ പറഞ്ഞില്ല, സത്യമായിട്ട് പറഞ്ഞില്ല. അല്ല അത് പറഞ്ഞില്ലേ, ശരിയാണ്. പക്ഷെ അപ്പൊ നീ എന്തിനാ ഈ അമ്മാമനെ കളിപ്പിക്കാൻ വേണ്ടിട്ട് കൊല വേറെ കൊണ്ടു വെച്ചത്? അത് ദൈവം അറിയാതെ ചെയ്യണ തെറ്റ് പൊറുക്കൂല്ലേ അമ്മ? എടി ദൈവം അറിയാതെ ചെയ്യണ തെറ്റാണെങ്കിൽ അതൊന്നും ഞാൻ പഴം എടുത്തിട്ട് കായ എടുത്തിട്ട് ചിപ്സ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാ പോരെ. ഈ കൊല മാറ്റിയിട്ട് അമ്മാമനെ കളിയാക്കേണ്ട ആവശ്യം എന്താ? അമ്മാവൻ വഴക്ക് പറയും. എടി ഇത്ര പ്രായമുള്ള എന്നെ കളിയാക്കാണോ നീ? പേടിച്ചിട്ട് അതാണോ ചെയ്യാ നീ? അമ്പലത്തിലേക്ക് കൊണ്ടുപോട്ട കൊല മാറ്റിയിട്ട് എന്നെ കളിപ്പിക്കാൻ നിൽക്കുക നീ? അത് ഞാൻ പേടിച്ചിട്ട്. എന്ത് പേടിച്ചിട്ട് അങ്ങനെയാണോ ചെയ്യാ? പിന്നെ അത്ര വയസ്സായ അമ്മാവൻ കൂടുതലൊന്നും പറയണ്ട. എന്റെ മോളെ അങ്ങനെ ആവശ്യമില്ലാത്ത പറയും വേണ്ട. പിന്നെ ഇമ്മാര് പണി ചെയ്തോളാൻ പിന്നെ വിഷമിപ്പിക്കണ്ടേ? നീ എമ്മാതിരി പണിയാടാ കാണിച്ചത്. നീ അവളെ കോഴി അറിഞ്ഞു കൊന്നില്ലേ? പോടാ. വേണ്ട വേണ്ട. എന്താ? ആ നീ കൊണ്ടുവന്ന കോഴി അവൻ എറിഞ്ഞു കൊന്നിട്ട് അതിന് പകരം വാങ്ങിച്ചോണ്ട് വെച്ച് കെട്ടിയിരിക്കുന്ന കോഴിയാ അത്. എന്റെ ദൈവമേ, എന്റെ കോഴി എന്തിയേ? അതെന്താ അറിയോ, ഞാൻ വരുമ്പോഴേ ഇവിടെ ചേച്ചി അരി ഉണക്കാട്ടിരുന്നു. അതിലൊരു കോഴി വന്ന് കൊത്തി തിന്നണ് കണ്ടപ്പോ ഞാൻ വെറുതെ ഒരു കല്ലെടുത്ത് അതിനെ ഇങ്ങനെ ആട്ടിയത്. ഒറ്റ എറി എറിഞ്ഞു. അത് അതിന്റെ കഴുത്തില് കൊണ്ടിട്ട് അത് അപ്പൊ ചേച്ചി പറഞ്ഞു അത് നീ വാങ്ങിയതാണ്, അത് ചത്തു എന്നറിഞ്ഞാൽ നീ ദേഷ്യപ്പെടും, വിഷമിക്കുക, എന്തേലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അതുകൊണ്ട് ചേച്ചി ഒരു കാര്യം ചെയ്യ്, അതിന് ഇറച്ചി വെക്കാൻ പറഞ്ഞ പകരം കൊണ്ട് വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ അതേപോലത്തെ അതിനൊക്കെ ഇത്തിരി നല്ല കോഴി നോക്കി നോക്ക് ഞാൻ കൊണ്ടുവന്ന് കെട്ടിയതാണ്. എന്റെ കോഴി എന്തിയേ? കോഴി കറിയായി പോയി. പകരം വേറെ കോഴി. കൊന്നപ്പാവൻ തിന്നാ തീരുമെന്ന്. അതെ, അപ്പൊ ഞാൻ അതിന് ചിപ്സ് തിന്ന ഇവളുടെ പാവം തീരൂലേ? എന്നാ തിന്ന